അല്ലാഹു തആല നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? വെറുതെ സൃഷ്ടിച്ചതല്ല. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പല സന്ദർഭങ്ങളിൽ നമ്മളോട് സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. അല്ലാഹു ഒരിക്കലും മനുഷ്യരെ വെറുതെ സൃഷ്ടിച്ചിട്ടില്ല. അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബഥ. അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്, നിങ്ങളെ വെറുതെ സൃഷ്ടിച്ചതാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വെറുതെ സൃഷ്ടിച്ചതാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വഅന്നകും ഇലൈന ലാ തുർജഊൻ. നിങ്ങൾ നമ്മളിലേക്ക് മടങ്ങി വരികയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്. ഒരിക്കലും അല്ലാഹു നമ്മെ സൃഷ്ടിച്ചത് വെറുതെയല്ല. കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയാണ് അല്ലാഹുവിന്റെ ഈ സൃഷ്ടിപ്പ് ഉള്ളത്. അത് അല്ലാഹു തആല തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. നിങ്ങൾ വെറുതെ സൃഷ്ടിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് പറയുന്ന ഈ ആയത്തിന്റെ തഫ്സീറിൽ അബ്ദുറഹ്മാൻ അസ്സഅദി റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം. അന്നമാ ഖലഖനാകും അബഥ. വെറുതെ നിങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ഐ സുദൻ വബാത്തില, നിരർത്ഥകമായി ഒരു അർത്ഥവുമില്ലാതെ വെറുതെ ഒരു ലക്ഷ്യവുമില്ലാതെ സൃഷ്ടിച്ചതാണ് എന്ന് വിചാരിക്കുന്നുണ്ടോ? എങ്ങനെ? തഅകുലൂന വതശ്റബൂന വതംറഹൂൻ. നിങ്ങളിങ്ങനെ തിന്നും കുടിച്ചും രസിച്ചും സുഖിച്ചും വതതമത്തഊന ബിലദ്ദാത്തി ദുനിയ, ദുനിയാവിന്റെ സുഖങ്ങൾ അനുഭവിച്ച് ഇങ്ങനെ ജീവിക്കാനാണ് നിങ്ങളെ സൃഷ്ടിച്ചത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വനതുറുകുകും ലാ നഅ്മുറുകും വലാ നൻഹാകും. നിങ്ങളോടൊന്നും കൽപ്പിക്കാതെ, നിങ്ങളോടൊന്നും വിരോധിക്കാതെ, വലാ നുസീബുകും വലാ നുആഖിബുകും, നിങ്ങൾക്ക് ചെയ്തതിനുള്ള പ്രതിഫലം നൽകാതെ, നിങ്ങൾ ചെയ്ത തിന്മകൾക്ക് ശിക്ഷ നൽകാതെ വെറുതെ അങ്ങ് നിങ്ങളെ വിട്ടേച്ചു പോകുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് എന്നാണ് അല്ലാഹു തആല ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്നാണ് തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. അപ്പൊ അല്ലാഹു തആല നമ്മളെ സൃഷ്ടിച്ചത് വെറുതെയല്ല. എന്തിനാണ് അല്ലാഹു നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്? അല്ലാഹു തആല സൂറത്തു ദാരിയാത്തിൽ പറഞ്ഞിട്ടുള്ള നമ്മൾക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ആയത്താണ്, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ല ലിയഅ്ബുദൂൻ. അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മനുഷ്യരെയും ജിന്നുകളെയും അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് അല്ലാഹു തആല വ്യക്തമാക്കി. അപ്പൊ അല്ലാഹുവിന് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, ഇബാദത്തുകൾ ചെയ്യാനാണ് അല്ലാഹു നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. ആ സൽക്കർമ്മങ്ങളിൽ വലിയ കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ദാരിദ്ര്യം. ഏറ്റവും വലിയ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ നാളെ പരലോകത്ത് നമ്മൾക്ക് ഉപകാരപ്പെടുന്ന സൽക്കർമ്മങ്ങൾ നമ്മുടെ കർമ്മരേഖയിൽ കുറഞ്ഞു പോവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഫഖർ. ഏറ്റവും വലിയ ഫഖർ അതാണ്, സമ്പത്തിന്റെ കുറവല്ല. നാളെ പരലോകത്തെത്തുമ്പോൾ നമ്മുടെ കർമ്മരേഖയിൽ ഹസനാത്തുകളുടെ, സൽക്കർമ്മങ്ങളുടെ അളവിൽ കുറവ് സംഭവിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള ദാരിദ്ര്യം. അതിനുള്ള പരിഹാരം എന്താണ്? നമ്മൾ ധാരാളമായി സൽക്കർമ്മങ്ങൾ ചെയ്യുക. ആ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വിശുദ്ധ ഖുർആനും അല്ലാഹു തആലയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ച ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അത്തരത്തിൽ നമ്മൾക്ക് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ സാധിച്ചാൽ, അങ്ങനെയാണ് നമ്മൾ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കേണ്ടത്. നേരത്തെ പറഞ്ഞല്ലോ, യഥാർത്ഥത്തിലുള്ള ഫഖർ എന്ന് പറഞ്ഞാൽ അത് കർമ്മങ്ങളുടെ കുറവാണ്. അബ്ദുറഹ്മാൻ അസ്സഅദി റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, അൽ ഫഖറുൽ ഹഖീഖി, യഥാർത്ഥത്തിലുള്ള ഫഖർ എന്ന് പറഞ്ഞാൽ ഹുവൽ ഇഫ്ലാസു മിനൽ ബാഖിയാത്തി സ്സാലിഹാത്ത്, നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങളുടെ കുറവാണ്. അത് നമ്മുടെ കർമ്മരേഖയിൽ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള ദാരിദ്ര്യം. ആ നിലക്ക് നമ്മളൊക്കെ ഒരുപക്ഷെ ഫുഖറാകളായിരിക്കും, ദരിദ്രന്മാരായിരിക്കും, സൽക്കർമ്മങ്ങളുടെ കമ്മി കൊണ്ട്. അല്ലാഹു തആല ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖിനെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. أفحسبتم أنما خلقناكم عبثا وأنكم إلينا لا ترجعون فتعالى الله الملك الحق لا إله إلا هو رب العرش الكريم